നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി വേണം കോളർ കുർത്തി കട്ടിങ്ങിന് കൂടെ ഉണ്ടാവണം. കാരണം അതിൻ്റെ ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രത്യേകതകൾ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കോളർ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. തുറന്ന് വെക്കുമ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കോളർ കുർത്തി ചുരിദാർ കട്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ട് എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാതെ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി വേണം കോളർ കുർത്തി കട്ടിങ്ങിന് കൂടെ ഉണ്ടാവണം. കാരണം അതിൻ്റെ ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രത്യേകതകൾ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതും ഒപ്പം നമ്മുടെ കോളറിൻ്റെ പീസ് കട്ട് ചെയ്യുന്നതും അതുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ വീതിപ്പാട് എക്സ്ട്രാ കിടക്കുന്നതാണ്. നമ്മളിതിങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും കൈ എടുക്കാം. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുമ്പോൾ ഈ വീതി ഭാഗത്തു നിന്നാണ് കൈ എടുക്കുന്നത്. അപ്പോൾ വീതി ഭാഗത്തു നിന്ന് കൈ എടുക്കുമ്പോൾ നമ്മുടെ ഇത് കണ്ടോ, ഇതൊരു പ്രത്യേകതരം പ്രിൻ്റല്ലേ, ഈ പ്രിൻ്റ് താഴേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ താഴേക്ക് വരുമ്പോഴാണ് ഇതിന് ഭംഗി തന്നെയല്ല, വണ്ണമുള്ളവർക്ക് വണ്ണം ഇച്ചിരെങ്കിലും കുറവ് തോന്നണമെങ്കിൽ ഇത്തരം പ്രിൻ്റുകൾ താഴേക്ക് വരണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കൈ എടുക്കുകയാണെങ്കിൽ എന്നാ സംഭവിക്കും, വീതിയിലായിരിക്കും വരാൻ പോകുന്നത്. കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയെടുക്കാം, ചെറിയ കൈ എടുക്കാം, അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, ബാക്കി ഞാൻ പറഞ്ഞാൽ ഇത് 3 മീറ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് ആ എടുത്തതിൻ്റെ മിച്ചം 2.5 മിച്ചം ഇത്രയും തുണിയുണ്ട്. നമുക്ക് പൊന്നു പോലെ നമുക്ക് ഇവിടെ നിന്ന് നല്ല കയ്യ് എടുക്കാം. അപ്പം നമുക്ക് ഇതിനെ മൊത്തം നിങ്ങൾ കണ്ടല്ലോ, ഈ നീളം മൊത്തം നമ്മൾ ഒന്ന് മടക്കിയെടുക്കുന്നു. കറക്റ്റായിട്ട് മടക്കിയെടുക്കുന്നു. ഇത് ഇച്ചിരി ചുളിവുണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മളിതിനെ ഒന്നും കൂടെ മടക്കുന്നു. അപ്പോൾ കറക്റ്റ് വീതി മുഴുവനും നമ്മൾ 2ആയിട്ട് മടക്കി കിട്ടുന്ന സാരം കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇച്ചിരി ഇറക്കമുള്ള കൈ അങ്ങ് എടുക്കാം. കാരണം എനിക്ക് തോന്നുന്നു കോളർ കുർത്തിക്കൊക്കെ ഭംഗിയായിരിക്കും മുക്കാൽ സ്ലീവ് എന്ന് പറയുന്നത്, അല്ലേ? മുക്കാൽ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ലീവ് വേണ്ട, ഒരു ഇത്രയും മുട്ടിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പോലെ ഒരു ഇത്രയും നമുക്കെടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ 13, 14 വരെ മാക്സിമം ഇറക്കാൻ നമുക്ക് വേണ്ടി വരും. ഇഷ്ടം പോലെയല്ലേ ഉള്ള 14, 15, 16 ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഞാനൊരു 14 ഇഞ്ച് ഇറക്കത്തിൽ ഇപ്പോൾ എടുക്കുക. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ലെവലാക്കി നമുക്കതങ്ങ് വെട്ടിക്കളയാം. ലെവലായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് 1 ഇഞ്ച് മടക്കി പോവുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് 13 ഇഞ്ച് ഞാൻ വരയ്ക്കുന്നു. നീല ചോക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ എളുപ്പമുണ്ടായിരുന്നു. റോസോ അപ്പം നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ 13 ഇഞ്ചിൽ റോസ് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. ഒന്നുകൂടെ നോക്കാം. 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇവിടെയും നമ്മൾ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. കണ്ടല്ലോ. ഇനി നമ്മുടെ പുതിയ തുടക്കക്കാരുടെ മുഴുവൻ ഇതാണ് ഓപ്പൺ സൈഡ്, ഓർത്തോണേ. ഇത് ഫോൾഡഡ് സൈഡ്, ഇത് ഷോൾഡർ എടുക്കാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ഈ ഷോൾഡർ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാനൊന്ന് വരച്ചേക്കാം. വരച്ചു. ഇത് ചുവടും. ഇതാണ് നമ്മുടെ. ഇനിയും എത്ര വീതിയിൽ എടുക്കണം എന്നാണ് നമ്മുടെ എല്ലാം പ്രശ്നം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു തന്നതാ, ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മളുടെ ഇത് ഫ്രണ്ട് പാർട്ടല്ല, ബാക്ക് പാർട്ട് നമ്മൾ എടുക്കണം. ബാക്ക് പാർട്ട് നമ്മൾ കൈക്കുഴിയൊക്കെ വെട്ടി വെച്ചേക്കുന്നതിനെ ആ പഴയ പടുതിയിലേക്ക് കറക്റ്റാക്കി നമ്മൾ മെഷർമെൻ്റ് എല്ലാം ചേർത്ത് വെക്കുന്നു. തുണിയെ ഇത് ഇവിടെ വെച്ച് കാണിക്കാം. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത്. ഈ കൈക്കുഴിയുടെ ഒരു 4 ഇഞ്ച് വിട്ടേച്ച് ഇവിടെ ഒരു സ്വല്പം തയ്യൽ തുമ്പും വിട്ടേറ്റ് നമുക്ക് ഇങ്ങനെ ടേപ്പ് കയ്യിൽ നിന്ന് വിട്ടു പോകാതെ എത്രയുണ്ട് നമ്മുടെ കൈക്കുഴി നമുക്ക് നോക്കാം. ഇത് ഏതാണ്ട് 9.5 അടുത്ത് വരുന്നുണ്ട്. 9 മിച്ചം, 9.25 മിച്ചം ഉണ്ട് നമുക്ക്.
കണ്ടല്ലോ, നമുക്ക് ഇത്രയും കൈക്കുഴി ഇവിടെയും കിട്ടണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് 41 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള എനിക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കൈക്കുഴി എടുത്ത പോലെ തന്നെ സ്ലീവിൻ്റെയും കുഴി വെട്ടത്തില്ലേ, അതാണ് ഞാൻ ഷേപ്പ്. ആ ഷേപ്പ് എന്തേരം വേണം? 3.25 വേണം. എനിക്ക് 3.25 വേണം. നിങ്ങൾ 38 വരെയുള്ളവർ 3.5 എടുത്താൽ മതി. 40 വരുമ്പോൾ 3.25 എടുക്കാം കേട്ടോ. 3.5 എടുത്താലും ഇത് പ്രശ്നമൊന്നും വരത്തില്ല. എനിക്ക് 3.25 വേണം. അപ്പം ഞാൻ 3.25 അടയാളപ്പെടുത്തി. ആ 3.25 നമുക്കൊരു ഷേപ്പല്ല, ഒരു ലൈന് വരയ്ക്കുന്നു. 3.25 ലൈന്. ഇത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്താണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് 9.5 അല്ലേ പറഞ്ഞേ, ആ 9.5 ഈ പോയിൻറ്റിൽ നിന്ന് ഇവിടെ ഈ പോയിൻറ്റിൽ കൈ വെച്ചുകൊണ്ട് 9.5 എവിടെ വരും നോക്കണം. ഇതിപ്പോൾ 9 ആയി. 9.5 എനിക്കൊരു 9.25 ഉള്ളൂ. 9.25 എവിടെ വരും നമ്മൾ നോക്കുന്നു. കണ്ടോ, ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നമ്മളൊരു പോയിൻ്റ് കൊടുക്കുന്നു. ഇനിയും അവിടുന്ന് സീം അലവൻസ് 1.5 അല്ലേ നമ്മൾ കൊടുത്തേക്കുന്നത്, ആ 1.5 ഇവിടെ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മളിത് എങ്ങനെ ഷേപ്പ് വരയ്ക്കും നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് തൊടണ്ട, ഒരു 2 ഇഞ്ച് വരെ നമ്മളൊന്നും ചെയ്യാതെ പോയിട്ട് ഒരു ചെറിയ കർവിൽ താഴോട്ട് വന്ന് ഇങ്ങനെ ഈ പോയിൻറ്റിലേക്ക് ഷേപ്പിലേക്ക് വന്ന് മുട്ടുന്നു. ഇത് വരയ്ക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏതാണ്ട് ഇത് 2ൻ്റെയും കൂടെ നടുക്കായിട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി കൈയുടെ അടിവണ്ണം നമുക്കൊരു 6 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചേ വരത്തുള്ളൂ. 5 ഇഞ്ച് എടുക്കുന്നു. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെയും നമ്മൾ ഷേപ്പ് സ്കെയിൽ വെച്ചാണ് വരയ്ക്കേണ്ടത്. ഇവിടുത്തെ ഷേപ്പ് സ്കെയിൽ പുറത്തോട്ടാണോ ഇരിക്കുന്നത്, അകത്തോട്ടാണോ ഇരിക്കുന്നത്? ഇവിടുത്തെ ഷേപ്പ് സ്കെയിൽ അകത്തോട്ടാണ് അല്ലേ. നമ്മുടെ ഇവിടുന്ന് വണ്ണം കുറഞ്ഞല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പോയിൻറ്റും കൂടെ ഇങ്ങനെ വരയ്ക്കാം. തുണി ചുളുങ്ങുന്നുണ്ട്, അതാ അങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഈ സീം അലവൻസും കൂടെ ചേർത്ത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ കൈയുടെ പരിപാടി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ ഒന്ന് കട്ടിട്ട് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ പണിയും കഴിഞ്ഞു. ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഞാനൊരു 3.5 ഇഞ്ചിൽ വീനെക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കാണേ. ഇത് വി പോലെ മാർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ക്യാൻവാസ് വെച്ചല്ലേ തയ്ക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ചെറിയ പീസ് ക്യാൻവാസ് എടുത്തിരിക്കുക. ഒരു 5 ഇഞ്ച് നീളം ധാരാളം മതി. ഒരു 3.5 ഇഞ്ച് വീതിയുള്ള ഒരെണ്ണം. അതിൽ 3.5 ഇഞ്ചാണ് നമ്മൾ അളവ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുന്നില്ലേ, 3.5 ഇഞ്ചാണ് കഴുത്തിന് ഇറക്കം പറഞ്ഞേക്കുന്നത്. അത് കൃത്യം 3.5 തന്നെ വേണം കേട്ടോ. അതൊട്ടും കുറയ്ക്കാൻ ആരും ശ്രമിക്കേണ്ട. 3.5 ഉണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് ഈസി ആയിട്ട് ഇറങ്ങത്തുള്ളൂ. ഇനി 1/2 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1/2 ഇഞ്ച് വീതം അകലം എടുക്കുന്നു. എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു വി ഷേപ്പിലേക്ക് മാറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിത് ക്യാൻവാസിലേക്ക് വരച്ചപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇറക്കിയാണ് വരച്ചേക്കുന്നത്. അത് നിങ്ങൾ മറക്കല്ലേ, അതിൻ്റെ ആവശ്യം നമുക്കുണ്ടാവും. നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാവും. നമ്മളെന്നിട്ട് ഇതിൻ്റെ ഈ വശത്തല്ലേ പശയുള്ളത്, ഈ പശയുള്ള ഭാഗം നമുക്ക് നമ്മുടെ തുണിയുടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മോശം വശത്തേക്ക് നമ്മൾ അത് ഒട്ടിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇത് മധ്യഭാഗം അറിയാൻ വേണ്ടി ഒരു കട്ടിട്ടിട്ടുണ്ട്. അതിലേക്ക് വെച്ച് നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, പറയാൻ മറന്നുപോയി. ഈ വി പോലെ വരച്ച ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് അകലത്തിൽ നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് എടുത്താൽ മതിയേ. 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ വലിയ കനത്തിന് നിൽക്കും. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് ധാരാളം നമുക്ക് മതി. അത് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് ആ മിച്ചം നിൽക്കുന്ന ആ ക്യാൻവാസിൻ്റെ ബാക്കി പേപ്പർ കട്ട് ചെയ്ത് കളയാം. ഇത്രയും നമുക്ക് മതിയല്ലോ. ഇതിനെ വേണം ശരിക്കും നമ്മൾ ഒട്ടിക്കാൻ. എനിക്ക് ഒട്ടിക്കാൻ മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എന്നാടുന്നറിയോ, നടുക്കൂടെ അതങ്ങ് തയ്ച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നടുക്കൂടെ തയ്ച്ചെടുക്കുക. എല്ലാത്തിനും ഞാൻ എണ്ണീറ്റ് പോകണ്ടേ, ഓരോരോ പണിയാണ്, ഭയങ്കര മെനക്കേടാണ്. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം,
ആ എക്സ്ട്രാ നിൽക്കുന്ന തുണിയെല്ലാം നമുക്ക് കട്ട് ചെയ്തും കളയാം. ആ വി പോലെ വരയ്ക്കാനായിട്ട് വരച്ചെടുത്ത് മടക്കി അടിക്കാനുള്ള തുണി ഒഴികെ ബാക്കി എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ബാക്കി തുണി അങ്ങോട്ട് മടക്കി അടിക്കുന്നു. നിങ്ങൾ ക്യാൻവാസ് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമ്മൾ അയൺ ബോക്സ് വെച്ച് തേച്ചിട്ട് തയ്ച്ചാലും മതി. പകരം ഞാൻ എന്ത് ചെയ്തു, ഇതൊന്നും ചേർന്നിരിക്കണം എന്നല്ല ഉള്ളൂ, അതിന് ഞാൻ നടുക്കൂടെ ഒരു തയ്യൽ അങ്ങ് തയ്ച്ചു കേട്ടോ, ഒന്ന് ചേർത്തിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി കറക്റ്റ് സെൻറ്ററിൽ നമുക്കൊരു കട്ട് ഇച്ചിരി വലുപ്പത്തിൽ കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാൻവാസ് പേപ്പർ റെഡി. ഇനി ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ തുണി നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഫ്രണ്ട് പാർട്ട് മടക്കിയിട്ടപ്പോൾ അവിടെ നല്ല കറക്റ്റായിട്ട് നമ്മൾ മടക്കി അടയാളം കൊടുക്കണമെന്ന്. എങ്ങനെ വെച്ചേക്കെന്ന് നോക്കിയേ, ഒരു കൃത്യം 1/2 ഇഞ്ച് തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിൽ നിന്ന് കയറ്റി വേണം നമ്മൾ ഇത് വെക്കാൻ, ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് തയ്ക്കാൻ. ഒന്നുകൂടെ ഞാൻ നടുക്കൂടെ ഒന്നുകൂടെ തയ്ച്ചു കേട്ടോ, തുണിയുമായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ ആ വി ഷേപ്പിലൂടെ കറക്റ്റ് തയ്ച്ച് വരിക. വി ഷേപ്പിലൂടെ 2 ഭാഗത്തൂടെയും തയ്ച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം. നോക്കുക, ഞാൻ ഈ ത്രെഡ് കട്ടർ ഇട്ടാണ് വെട്ടുന്നത്. നല്ല മൂർച്ചയാണ്. നിങ്ങൾ ഇത്രയും മൂർച്ചകളിൽ എടുക്കേണ്ട, നിങ്ങൾ കത്രിക എടുത്തിട്ട് ഇതുപോലെ ആ അകത്തൂടെ നിൽക്കുന്ന വി ഷേപ്പിനകത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നു. കണ്ടോ, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കേ, തയ്യലെ മുട്ടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ട് നമുക്ക് സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ആ വി പോലെ വരച്ചതിൻ്റെ ഏറ്റവും അരികെ വരെയും ഈ കട്ടിങ് ചെല്ലണം കേട്ടോ, നല്ല രീതിയിൽ ഇത് മടങ്ങി വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അകത്തോട്ടാക്കി ഒന്ന് പതിച്ചടിക്കുക ചെയ്യുന്നത്. ഇപ്പം ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നോക്കുമ്പം കാണുമ്പം ഒരു വി ഷേപ്പിൽ വരയ്ക്കുന്നില്ലേ, അത് കറക്റ്റ് നടുക്കല്ല എങ്കിൽ ഈ വി ഷേപ്പിന് നമ്മൾ ചെയ്യുമ്പോൾ 2 അറ്റവും 2 സൈസിൽ നിൽക്കും കേട്ടോ. അത് തയ്ച്ചു ഫിനിഷായി രണ്ടും കണ്ടല്ലോ നിങ്ങൾ. ഇപ്പം മുകളിലേക്ക് കയറി നിൽക്കുന്ന കണ്ടോ, ഒരു സ്വല്പം ഞാൻ എക്സ്ട്രാ ഇട്ടത്, അതങ്ങനെ നിൽക്കണം. എന്നിട്ട് വേണം നമ്മളതിനെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്ത് വൃത്തിയാക്കണം, ലെവൽ ചെയ്ത്. ഇതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് തയ്ക്കാം. നിങ്ങൾക്കറിയാമല്ലോ, കൃത്യമായിട്ട് നമ്മളിട്ട് വെട്ടിയത് കൊണ്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കയറ്റി ഇറക്കങ്ങളൊന്നും വരത്തില്ല. വളരെ കറക്റ്റായിരിക്കും. ശരിക്കും ഒരു 1/2 ഇഞ്ചിട്ട് നമുക്കത് ഈ കോളറിൻ്റെ ഈ കഴുത്തിന് നമ്മൾ ഷോൾഡറൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇവിടുത്തെ വീനെക്ക് ഇത് നമ്മൾ റെഡിയാക്കി. നമുക്കിനി കോളർ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഷോൾഡർ പിടിപ്പിച്ച ഇതിനെ നേരെ ഈ 2 തയ്ച്ച ഭാഗം ഇതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷോൾഡർ 2ഉം ഒരുപോലെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പിടിക്കുന്നു. ഇവിടെ നമ്മളൊരു കട്ടിട്ടിട്ടുണ്ട് കണ്ടോ, സെൻറ്ററിൽ ഒരു കട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പേപ്പർ ക്യാൻവാസ് ഇല്ലേ, ഈ ക്യാൻവാസ് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഒട്ടിക്കുന്ന ഭാഗവും അല്ലാത്തതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതാ ഒട്ടിക്കുന്ന വശമുള്ളത്. ഇങ്ങനെ ഈ ഫോൾഡഡ് സൈഡുള്ള ഇങ്ങനെ വേണം പീസാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു പീസിനെ ഇങ്ങനെ നീളത്തിൽ മടക്കിയിട്ട് അതിൻ്റെ ഈ മടക്കിയ വശം ഇങ്ങനെ മുകളിലേക്ക് നിൽക്കണം. എന്നിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളിതിനെ നേരെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഒരു ഇഞ്ച് അകലത്തിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നത്, ഒരു വര വരയ്ക്കുന്നത് കാണാമല്ലോ നിങ്ങൾ. 1 ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ കോളറ് ഇങ്ങനെ നമ്മൾ ഇത് ചേർത്ത് പിടിച്ച കോളറ് ഒന്നുകൂടെ നോക്കിക്കാൻ നിങ്ങൾ ഇങ്ങനെ വെച്ചില്ലേ, ഇവിടെ 2ഉം കറക്റ്റാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ നോക്കണം. ഇത് 2ഉം ഇവിടെ 2ഉം കറക്റ്റായിട്ട് നിൽക്കണം. അങ്ങനെ നമ്മൾ ഈ ലൈനിലൂടെ തന്നെ കറക്റ്റ് ലൈനിലൂടെ തന്നെ ഇങ്ങനെ പിടിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അതാരും പറയാത്ത എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ തുണി ഒരു സ്വല്പം കൂടെ വലിഞ്ഞു വരുന്ന തുണിയാണ്. നല്ല പ്യുവർ കോട്ടൺ ആണെങ്കിലും ഇത് ഇച്ചിരി വലിഞ്ഞു വരുന്ന. അതേസമയം പേപ്പർ ക്യാൻവാസ് തയ്ച്ചു കഴിഞ്ഞാൽ വലിഞ്ഞു വരത്തില്ലല്ലോ, അപ്പം ഇത് ചെറുതായി നിൽക്കും. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഇത് പൊടിക്ക് നമ്മൾ എന്നാ പറയുന്നത്, ഒരു 1/4 ഇഞ്ച് വേണ്ട. 1/4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ്. അതായത്
ഇതേലെ ഈ ഇഞ്ച് ലൈൻ എന്ന് പറയുന്നതിനകത്ത് രണ്ടാമത്തെ ലൈൻ 2 പോയിന്റ്, അതായത് അരയില്ല കഷ്ടിച്ച്, കാലിഞ്ചില്ല, കാലിഞ്ചിലും തൊട്ട് കുറവ് നമ്മൾ ഇത് ക്യാൻവാസ് കൂടുതലിട്ടുകൊണ്ടാണ് നമ്മൾ അളക്കേണ്ടത്. ഇങ്ങനെ നമ്മളിവിടെ കൃത്യമായിട്ട് 2 ഷോൾഡറും ചേർത്ത് നേരെ തന്നെ പിടിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കഴുത്ത അല്ലേ, എന്ത് കഴുത്ത് ഇങ്ങോട്ട് പോയി, ഇതാണ് നമ്മുടെ കഴുത്ത്. ഈ കഴുത്ത് ശരിക്കും നമ്മൾ ഒന്നും ചെയ്യാതെ വിട്ടാൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയല്ല നിൽക്കുന്നത്. അതിനെ ഒരു സ്വല്പം കൂടെ നമുക്ക് താഴേക്കൊന്ന് ഒന്ന് ഇങ്ങനെ വലിച്ചു വെക്കരുത്, എന്നാൽ ഇങ്ങനെ കർവ് ഷേപ്പിൽ അത് നിൽക്കുന്ന ഷേപ്പ്. ഇവിടെ ഞാൻ കൈ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുക, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ചേർത്ത് പിടിച്ചു. ഇനി ബാക്കി നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ 2 പീസ് ഒരുപോലാണോ നിൽക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. ആണെങ്കിൽ ഇങ്ങനെ വെച്ച് 2ഉം കൂടെ ചേർന്ന് വരുന്ന പോലെ നമ്മൾ വെച്ചിട്ട് ഇവിടെ ഒരു അടയാളം നമ്മൾ കൊടുക്കാൻ പോവാം. അതേ ലൈനിലൂടെ തന്നെ നമ്മൾ വരയ്ക്കുന്നു. ഒട്ടും മാറിയും കയറിയും പോകരുതേ. ഇങ്ങനെ വരച്ച് കറക്റ്റ് പോയിന്റിൽ കൊണ്ട് നിർത്തുന്നു. കറക്റ്റ് പോയിന്റിൽ ഒട്ടും കൂടുതലോ എടുത്തിട്ടില്ല. ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ താഴെ വരച്ചേക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് നമ്മുടെ ഇതെടുത്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഇവിടെയാണ് നമ്മൾ ഇനി കോളർ വരയ്ക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതിനായിട്ട് എപ്പോഴും കോളറിന് 3/4 ഇഞ്ചാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. 1.25. അപ്പം നമ്മൾ ആ 3/4 ഇഞ്ചിൽ നമ്മൾ ഒരു മാർക്ക് കൊടുക്കുന്നു. 3/4 ഇഞ്ചിൽ അത് കറക്റ്റ് ആയിരിക്കണം. പേന കൊണ്ട് കൊടുക്കാം, അപ്പം ഒട്ടും കൂടുതലും കുറവും വരത്തില്ല. അപ്പം നമ്മൾ 3/4 ഇഞ്ചിൽ നമ്മൾ മെഷർമെൻറ്റ് കൊടുത്ത് എല്ലായിടത്തും 3/4 ഇഞ്ചിൽ നമ്മൾ കൊടുക്കുന്നു. 1 ഇഞ്ച് കൂടുതലാണ്, 1 ഇഞ്ചിൽ കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ വളവിലും നമ്മൾ ആ കറക്റ്റ് 3/4 ഇഞ്ച് മെഷർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ 3/4 ഇഞ്ചുകളെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കാൻ പോവാം. ഇത് മാറിപ്പോകല്ലേ. ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കിനി ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിങ്ങനെ കൃത്യമായിട്ട് പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെയല്ലേ ഷേപ്പ് ഫോം ചെയ്യേണ്ടത്. ഇവിടെയാണ് ഷേപ്പ് വേണ്ടത് നമുക്ക്, അല്ലേ? അതിന് നമ്മൾ ഇവിടെ ഒരു ഒരു സ്വല്പം ഇങ്ങനെ ഒന്ന് ഷേപ്പിന് കട്ട് ചെയ്യുന്നു. ഒരു സ്വല്പം കൂടെ വേണ്ട. ഇവിടെ ഈ നീളം ഒരിക്കലും കുറയരുത്. ഇവിടെയാണ് നമ്മളൊരു സ്വല്പം ചെയ്ത്. ഇത് നമ്മുടെ കോളറ് റെഡിയായി.
നമ്മുടെ കളർ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. തുറന്ന് വെക്കുമ്പോൾ കോളറൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക. താങ്ക് യു.